നമസ്കാരം. ഇന്നിവിടെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഫിഷ് ഫിംഗറാണ്. അതായത് നമുക്ക് വീട്ടിലുള്ളവർക്ക് കഴിക്കാനും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും പറ്റിയ ഒരു വിഭവം. അപ്പം ഇന്ന് എനിക്ക് കുറച്ച് നെയ്മീൻ കിട്ടി. അപ്പം നെയ്മീനിൽ ഫിഷ് ഫിംഗർ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഫിഷ് ഫിംഗറിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഈ നെയ്മീൻ നീളത്തിൽ അരിഞ്ഞ് കുരുമുളകും ഉപ്പും മഞ്ഞപ്പൊടിയും പുരട്ടി മാരിനേറ്റ് ചെയ്ത് വച്ചിരുന്നതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ബ്രെഡിന്റെ പൊടി, പിന്നെ ഒരു മുട്ട, അത് ശകലം മീനിന് കുരുമുളക് മാത്രമല്ലേ ചേർക്കുന്നുള്ളൂ, അതുകൊണ്ട് അതിലും കൂടെ ശകലം കുരുമുളക് ചേർക്കാമെന്ന് വിചാരിച്ചു. ചേർത്ത് ഒരു ശകല ഉപ്പും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചീനിച്ചട്ടിക്കകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറേശ്ശെ ഇട്ട് നമുക്ക് വറുത്ത് കോരാം. ഒരുപാട് എണ്ണ ഒഴിച്ച് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇളക്കണ്ട. ഇതൊരു പീസ് എടുത്ത് ഈ മുട്ടയ്ക്കകത്തോട്ട് മുക്കണം. മുട്ടിട്ട് ഈ ബ്രെഡ് പൊടിയിലോട്ടിട്ട് ഉരുട്ടിയെടുക്കണം. ഞാൻ കട്ട്ലറ്റ് ആയാലും എന്ത് സാധനം ഉണ്ടാക്കിയാലും അതെല്ലാം വെളിച്ചെണ്ണയ്ക്കകത്തേ ഉണ്ടാക്കാറുള്ളൂ. നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അവർ വെജിറ്റബിൾ ഓയിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കി തരുന്നത്. പക്ഷെ ഞാൻ വെളിച്ചെണ്ണ മാത്രമേ ഇതിനൊക്കെ ഉപയോഗിക്കാറുള്ളൂ. ഇതിലോട്ടിട്ട് ഉരുട്ടി നമ്മുടെ കയ്യിലും കൂടെ ഇട്ടൊന്ന് ഉരുട്ടി എടുക്കുമ്പോൾ വിരൽ പോലെ ആയി. പിന്നെ ഓരോ പീസായിട്ട് എടുത്ത് മുട്ടയിൽ മുക്കി ഈ ബ്രെഡ് പൊടിയിലോട്ട് മുക്കി എടുക്കുക. ഇച്ചിരി വലുതൊക്കെ ആയി പോവും, വലിയ ഷേപ്പൊന്നും ചിലപ്പം വരില്ല. ചെറുതായിട്ട് ഉണ്ടാക്കണം. അത് പല പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ റെഡിയാവും. ഞാൻ ഈ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റവും ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളതാണ്, അല്ലാതെ വെറുതെ ഉണ്ടാക്കി കാണിക്കുന്നതല്ല. ഇതെല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാറുണ്ട്. ഫിഷ് ഫിംഗർ റെഡി ആയിട്ടുണ്ട്. ഇത് സോസും കൂട്ടി ചൂടോടെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. ഉണ്ടാക്കി നോക്കണം. എല്ലാവരും കഴിച്ചു നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.